വേടൻ്റെ അണ്ണാക്കിൽ മിസൈലിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് ലക്ഷ്മികാന്ത് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. സത്യത്തിൽ അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പോസ്റ്റുകൾ ഇതിന് മുൻപ് ഞാൻ പലതും വായിച്ചിട്ടുണ്ട്. അവരുടെ എഴുത്തുകളൊക്കെ കൃത്യമായി കുറിക്കുകൊള്ളുന്ന വാക്കുകൾ കൊണ്ടെഴുതുന്ന ഒരു രീതിയും പരാമർശവുമൊക്കെ, അതായത് കാര്യങ്ങളെ യാഥാർത്ഥ്യ ബോധത്തോടെ കാണുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഫേസ്ബുക്ക് പോസ്റ്റർ മാത്രമാണോ എന്ന് എനിക്കറിയില്ല. അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷേ രാമനെ അറിയാത്ത രാവണനെ മാത്രം അറിയുന്ന വേടന് അണ്ണാക്കി കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മികാന്ത്. ഇതിലും വലിയ മറുപടി നിനക്കൊരിടത്തു നിന്നും കിട്ടാനില്ലടാ റാപ്പർ വേട. കാരണം ജാതി പറഞ്ഞ് അതിനെ എന്താ പറയുക മുതലെടുത്തുകൊണ്ട് ഈ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഇവനെപ്പോലുള്ളവർക്ക് സത്യത്തിൽ ഇവനെയൊക്കെ എല്ലാ ആളുകളും ചേർന്ന് ഒറ്റപ്പെടുത്തേണ്ട ഒരു അവസ്ഥ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ജാതി പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ സൂചിപ്പിക്കാനായി മറ്റൊരു വിഭാഗത്തെ ഇല്ലാതാക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഇവനെപ്പോലുള്ളവരെ പിന്താങ്ങുന്നവരെയാണ്, ഇവൻ്റെയൊക്കെ മൂട് താങ്ങുന്നവരെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. എന്തായാലും ലക്ഷ്മികാന്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയാണ്: ബഹുവചനം വേണ്ട, ഏകവചനം മതി. ബഹുവചനം വേണ്ട, ഏകവചനം മതി. നമ്മുടെ നായകനല്ല നിന്റെ നായകൻ, അതുമതി. സ്ത്രീ പീഡന പരാതിയുമായി ഒരു മീട്ടു നിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. നിന്റെ രതിവൈകൃതങ്ങൾ വിവരിക്കുന്ന ഒരു മീട്ടു. അതുകൊണ്ട് കണ്ടവൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്ന സ്ത്രീ പീഡകർക്കൊക്കെ നിനക്ക് നായകനായിരിക്കും. ഞങ്ങൾ ഭാരതീയർക്ക് സ്വന്തം ഭാര്യയെ വീണ്ടെടുക്കാൻ കടല് കടക്കാൻ പാലം പോലും നിർമ്മിച്ച് ലങ്കയിലെത്തി രാവണനെ നിഗ്രഹിച്ച് ഭാര്യയെ വീണ്ടെടുത്ത ശ്രീരാമനാണ് നായകൻ. നിനക്ക് ശ്രീരാമനെ അറിയാൻ വഴിയില്ല. കാരണം നിന്നെപ്പോലെയുള്ള കഞ്ചാവൊളി മീട്ടു സ്റ്റാർ ഉമകൾക്ക് ശ്രീരാമനെയൊക്കെ എങ്ങനെ അറിയാനാണ്? നീ എന്തിനാണ് തമിഴ് കഴുതപ്പുലി മോനെ നിന്റെ നായയ്ക്ക് ബുദ്ധമത വിശ്വാസികളായ ശ്രീലങ്കക്കാർ ആരാധിക്കുന്ന ബുദ്ധഭഗവാന്റെ പേരിട്ടത്? നിന്റെ അമ്മയെ മാത്രമല്ല നിന്നെയും ലങ്കയിൽ നിന്ന് സൗമ്യരും ശാന്തരുമായ ശ്രീലങ്കക്കാർ ഓടിക്കണമെങ്കിൽ അമ്മാതിരി കുഴപ്പക്കാർ ആയിരിക്കുമല്ലോ നീ. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്കയിൽ പോയിരുന്നു. അവിടുത്തെ ബുദ്ധമത വിശ്വാസികളായ ശ്രീലങ്കക്കാരുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്തൊരു ശാന്തതയാണ്. ബുദ്ധഭഗവാന്റെ ശാന്തത അവരിൽ കാണാം. അത്രയും ശാന്തതയും സൗമ്യരുമായ ജനങ്ങളുള്ള ശ്രീലങ്കയിൽ നിന്ന് നിന്നെയും കുടുംബത്തെയും ഓടിച്ചത് വെറുതെ അല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി. സാധു സ്വഭാവക്കാരായ തൃശ്ശൂർക്കാർ നിനക്ക് വട്ടപ്പേരായി വേടൻ എന്ന് പേരിട്ടത് അവരെയും നീ വെറുതെ വേട്ടയാടാൻ ചെന്നിട്ടായിരിക്കും. നിന്റെ ഇതുവരെയുള്ള നല്ല നടപ്പ് വെച്ച് നോക്കുമ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ശ്രീലങ്കയിൽ നിന്ന് ഓടിച്ചിട്ട് അഭയം തന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെപ്പോലും നീ വേട്ടയാടുന്നു. നിനക്ക് വെറുതെ അന്യരെ വേട്ടയാടുന്ന സ്വഭാവമുള്ളതുകൊണ്ടാകാം അവർ നിനക്ക് വേടൻ എന്ന് വിളിപ്പേരിട്ടത്. അല്ലാതെ അത് വേടൻ സമുദായത്തെ ബഹുമാനം ഇല്ലാത്തതുകൊണ്ടാണെന്നും അല്ല. സംസ്കാരമുള്ള ജനതയാണ് തൃശ്ശൂർക്കാർ. കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരുള്ള നാടാണ്. അവർക്ക് ബുദ്ധിയുള്ളതുകൊണ്ട് അവർ നിന്റെ വെടക്ക് സ്വഭാവം പണ്ടേ തിരിച്ചറിഞ്ഞു പേരിട്ടു. അവരെ കുറച്ച് ശാന്തരായതുകൊണ്ട് നിന്നെ അവിടെ നിന്ന് ഓടിച്ചില്ല. നീ തിരുവനന്തപുരത്തെങ്ങാനുമായിരുന്നു എങ്കിൽ ടിപ്പുവിനെ കെട്ടിച്ച പത്മനാഭസ്വാമിയുടെ ഭക്തപ്പട നിന്നെ പണ്ടേ ഓടിച്ചേനെ. നിന്റെ ഗ്രഹനിലയും നവാംശകവും എല്ലാം പുറത്തെടുത്ത് നിന്നെ സരസ്വതി ദേവിയെ നഗ്നയായി വരച്ച എസ് എഫ് ഹുസൈൻ്റെ അവസ്ഥയിൽ അധികം താമസിക്കാതെ കമ്മി സുഡാപ്പികൾ എത്തിക്കും. പണ്ട് കമ്മി സുഡാപ്പികൾ ഹിന്ദുക്കൾ പൂജിക്കുന്ന സരസ്വതി ദേവിയെ നഗ്നയായി വരച്ച എഫ് ഹുസൈൻ എന്ന ഒരു കൂതറയെ കേരളത്തിൽ വിളിച്ച് പട്ടും വളയും കൊടുത്ത് ആദരിച്ചിരുന്നു. അതിനുശേഷം അങ്ങേറ് ഇന്ത്യ വിട്ട് ഓടേണ്ടി വന്നു. നിന്റെ കാര്യവും മിക്കവാറും അതുപോലെ ആകാനാണ് സാധ്യത. നീ വേറെ എങ്ങോട്ടെങ്കിലും ഓടിയാലും അവിടെയും നിന്നെ അധിക നാൾ ആരും നിർത്തുമെന്ന് തോന്നുന്നില്ല. അതാണല്ലോ നിന്റെ കയ്യിലിരിപ്പ്. നിന്റെ തെറിപ്പാട്ടും കൊണ്ട് മതേതര സ്ഥാനങ്ങളിൽ ചെന്നാൽ അവിടെ നിന്നെ കെട്ടിക്കും. മാൻഡ്രാക്ക് കൈയും കൂടെ തന്ന സ്ഥിതിക്ക് മിക്കവാറും നിന്റെ കാര്യം കട്ടപ്പുകയാണെന്നാണ് തോന്നുന്നത്. ഇനി മറ്റൊരു പോസ്റ്റും കൂടി ഇങ്ങനെയാണ്: നീ തമിഴ് പുലിയാണെന്നും കേൾക്കുന്നുണ്ടല്ലോ. നിന്റെ പാട്ടിൽ പുലികൾക്ക് ദാഹം എന്നൊക്കെ പാടുന്നത് അതുകൊണ്ട് തന്നെ നിന്നെ നിരീക്ഷിക്കേണ്ടത് രാജ്യസുരക്ഷയുടെ ആവശ്യമാണ്. തനു എന്നൊരു പുലി പണ്ട് ഈ ഭാരതത്തിൻ്റെ ഒരു പ്രധാനമന്ത്രിയുടെ ജീവൻ എടുത്തിരുന്നു. എന്നിട്ടും പുലികളുടെ ദാഹം തീർന്നില്ലേ? നിന്നെ ഇവിടെ കളത്തിലിറക്കിയവരുടെ ദാഹം താമസിക്കാതെ തീർത്തു തരും.
ഹമാസ് തീവ്രവാദികൾക്ക് വരെ ഫാൻസുള്ള നാടാണ്, പിന്നെയല്ലേ തമിഴ് പുലികൾക്ക് ക്ഷാമം. നിന്റെ 10 തലയിൽ കൂടെ കഞ്ചാവ് വലിച്ചു കയറ്റി വിടാം. ഇവിടെ റാപ്പ് പാടാൻ വേറെ ആമ്പിള്ളേരുണ്ട്, പാടിത്തകർക്കാൻ ഇവിടെ ഇനിയും വരും ആയിരങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് ലക്ഷ്മികാന്ത് അവരുടെ ഫേസ്ബുക്കിൽ ഇട്ടേക്കുന്ന പോസ്റ്റ്. സത്യത്തിൽ രാവണൻ ഒരു ബ്രാഹ്മണനാണ് എന്നുള്ള കാര്യം പോലും വേടൻ അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് വേടൻ ഇങ്ങനെ റാപ്പ് പാടുന്നു, ആളുകൾ കൈയടിക്കുന്നു, കുറേ പണം കിട്ടുന്നു, പിന്നീട് മതി മറന്നു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു കുറേ വിഭാഗക്കാർ ഇയാളെ പൊക്കിയെടുത്ത് നടക്കുന്നു. എന്നാൽ പിന്നെ മോദിയും 10 പറയാം, BJPയും 10 പറയാം, കേന്ദ്ര സർക്കാരിനെയും 10 പറയാം, ഈ കണ്ടവൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ വലിയ ആളാണ്, വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു പാടിയാൽ കുറേ പേർ തന്നൊപ്പം നിൽക്കും എന്നൊക്കെയാണ് വേടൻ കരുതിയത്. അങ്ങനെയൊന്നുമില്ല വേടാ. നിൻ്റെ പാട്ടുകൾ ആളുകൾ ആസ്വദിക്കും. അത് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ കേൾക്കും, ആസ്വദിക്കും, അവർ കൂടെ പാടും, അവർ നിനക്കൊപ്പം നിൽക്കും. പാട്ടിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല എന്നുള്ളത് ആദ്യം നീ മനസ്സിലാക്കുക. ഈ ജാതി പറഞ്ഞും മതം പറഞ്ഞും വർഗീയത ഉണ്ടാക്കിയും ഇതൊന്നുമല്ല ഗാനഗന്ധർവന്മാരെ പോലുള്ളവർ ഇവിടെ പാടി ആടി തിമിർത്തത് എന്നാദ്യം നീ ആലോചിക്കുക. കേരളത്തിൻ്റെ സംസ്കാരത്തിൽ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ നീ അത് പിടിച്ചുകൊണ്ട് വലിയ ആളാവാൻ നോക്കിയാൽ നിൻ്റെ ലഹരി ഉപയോഗമൊന്നും ആളുകൾ മറക്കില്ല. നീ അതിന് വേണ്ടി നിനക്ക് എന്ത് വ്യക്തിത്വമാണുള്ളത്? കാരണം ഒരു വേദിയിൽ നിന്ന് മക്കളെ നിങ്ങൾ ലഹരി ഉപയോഗിക്കരുത്, നിങ്ങളുടെ അമ്മമാരെ കണ്ണുനീർ കാണണം, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വലിയ വീമ്പിളക്കിയിട്ട് മുറിയിൽ ചെന്നിരുന്ന് ലഹരി വലിച്ച് അതിനെ ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അതിൽ അഡിക്റ്റായ നിന്നെപ്പോലുള്ളവർക്കൊക്കെ എന്ത് യോഗ്യതയുണ്ടെന്ന് ഇവിടുത്തെ എല്ലാ വിഭാഗക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകും. ഒരു വിഭാഗത്തെ എൻ്റെ ജാതി പറഞ്ഞുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഇവിടെ പ്രളയം എന്ന് പറയുന്ന ഒരു സംഭവം, കേരളത്തെ വിഴുങ്ങുന്നൊരു സംഭവം ഉണ്ടായപ്പോൾ കടലിൻ്റെ മക്കളാണ് ഇവിടെ അവരെ കാത്തത്. അവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കിയല്ല കടലിൻ്റെ മക്കൾ അവരെ കാത്തതും അവരെ സംരക്ഷിച്ചതും അവരുടെ ജീവൻ മറന്ന് അവരെ ചേർത്ത് പിടിച്ചതും. ഇവിടെ എല്ലാവരും ഒന്നായി നിന്നൊരു സമയമുണ്ടായിരുന്നു. അവരാരും ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയല്ല. ഒരു പ്രശ്നം വരുമ്പോൾ, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന പഹൽഗാമിൽ ഒരു പ്രശ്നം വന്നപ്പോൾ തിരിച്ചടിച്ചപ്പോൾ ഇന്ത്യ മുഴുവൻ ഒരുമിച്ച് നിന്നതാണ്. അത് ഇന്ത്യയുടെ സംസ്കാരമാണ്. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. സംസ്കാരമൊക്കെ മനസ്സിലാകണമെങ്കിൽ തലയ്ക്കകത്ത് കുറച്ച് വെളിവൊക്കെ വേണം. അതില്ലാത്തവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വേടാ. നീ പാട്ടിൽ ശ്രദ്ധിക്കുക, മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് രാജ്യത്തെ അല്ലെങ്കിൽ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചാൽ നടക്കില്ല മോനെ. ഇത് ഇന്ത്യയാണ്, പ്രത്യേകിച്ച് കേരളമാണ്. ഇവിടെ കുറേ പേർ നിന്നെ താങ്ങാനുണ്ടാവും, പക്ഷേ ഭൂരിപക്ഷം ജനങ്ങൾക്കും അറിയാം എന്താണ് നീ ഉദ്ദേശിക്കുന്നതെന്ന്.